കന്യാകുമാരി മാർത്താണ്ഡത്ത് കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ. കൊലയാളികളെ പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചെങ്കവിള സ്വദേശി അതുലിന്റെ മൃതദേഹം മാർത്താണ്ഡത്തിന് സമീപം ആറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. സിത്തർലാറിന് സമീപം അതുൽ ഉപയോഗിച്ചിരുന്ന കാർ തകർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുലിനെ കൊലപ്പെടുത്തിയ ശേഷം ആറ്റിൽ തള്ളിയതാവാം എന്ന നിഗമനത്തിലാണ്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. സംഭവത്തിന് ശേഷം ആറിന് സമീപം മുഖം മൂടിയ നിലയിലും അല്ലാതെയും നടന്നു പോകുന്ന 4 യുവാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 27-നാണ് അതുൽ ചെങ്കവിളയിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. നാഗർകോവിലിൽ ശിവസേന ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായ അതുലിന്റെ കൊലപാതകളെ കണ്ടെത്തുന്നതേ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കളുള്ളത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഗൃഹനാഥനെ വീടിന് മുകളിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് കോഴിക്കട സ്വദേശി അജയനാണ് മരിച്ചത്. വീടിന്റെ ടെറസിൽ നിന്ന് വഴുതി വീണതാകാമെന്നതാണ് നിഗമനം. അപകട സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ N. മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അക്കൗണ്ട് പൂട്ടിയത്. അക്കൗണ്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മാധവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. പേജ് ബ്ലോക്ക് ചെയ്യാനുണ്ടായ കാരണം ബോധിപ്പിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വിലക്ക് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മെറ്റ അറിയിച്ചത്. ഇതോടെയാണ് മാധവൻകുട്ടി കോടതിയെ സമീപിച്ചത്. 2025 നവംബറിലാണ് അക്കൗണ്ട് പൂട്ടിയത്.